ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വളരെ രുചികരമായിട്ടുള്ള നൂഡിൽസ് പോളയാണ് ഉണ്ടാക്കുന്നത്. ഈവനിങ് സ്നാക്സിനൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് മതി. അതുപോലെ തന്നെ നമുക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കും കൊടുത്തു വിടാവുന്നതാണ്. ന്യൂഡിൽസും മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നൂഡിൽസ് പോള ഉണ്ടാക്കാം. നമുക്ക് ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് ഞാൻ 1 പാക്കറ്റ് മാഗി നൂഡിൽസാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ നമ്മൾ മാഗി മസാല ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിന് നമുക്ക് സാധാരണ നൂഡിൽസ് വേവിച്ചെടുക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നൂഡിൽസ് ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഈ ഒരു നൂഡിൽസ് പോളൊക്കെ വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിന് ഉപ്പും മഞ്ഞളും ഇട്ട് ചിക്കൻ വേവിച്ചതിന് ശേഷം അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 1 പാക്കറ്റ് മാഗിക്ക് ഏകദേശം ഒരു 3 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേവിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ ആ ചിക്കൻ പീസൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചിക്കൻ പീസൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണ മതി. നമുക്ക് ഈ ഒരു പാനിലോട്ട് ഏകദേശം 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 പാക്കറ്റ് മാഗി മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികൾ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു 2 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയോ വേണ്ടു. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഫില്ലിങ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഫില്ലിങ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഏകദേശം ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയും നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല, അപ്പോൾ നമുക്കത് സെറ്റായി കിട്ടില്ല. അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ നൂഡിൽസൊക്കെ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. ഈ മസാല മൊത്തം നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയും നൂഡിൽസൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാനിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോളയുടെ മിക്സ് മൊത്തത്തിൽ അങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ നടുക്ക് ഇതുപോലൊരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഒരു ഭംഗിക്ക് വെക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ക്യാപ്സിക്കൊക്കെ വെച്ച് കൊടുക്കുക. ഇനിയൊന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ പറ്റുന്നത്ര ലോ ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പോള നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി കുക്കായിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു തവയിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നൂഡിൽസ് പോള റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ മാഗി മസാലയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മൾ മറിച്ചിട്ടത് കൊണ്ട് മുകൾ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.